പ്രിയമുള്ളവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം നളഗോപുരമോക്ഷം, അതുപോലെ തന്നെ കൃഷ്ണനെ എന്തിന് ദാമോദരൻ അല്ലെങ്കിൽ ദാമോദരൻ എന്ന് വിളിക്കുന്നു എന്നൊക്കെ ചർച്ച ചെയ്തു. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് നളഗോപുര മോക്ഷം എന്താണ്, നളഗോപുരൻ ആരായിരുന്നു, ഇതൊക്കെയാണ്. നളഗോപുരനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ മണിഗ്രീവനും വൈശ്രവണ പുത്രന്മാരാണ്. അവർ മന്ദാകിനി തടത്തിലുള്ള വനമേഖലയിലും മന്ദാകിനി തീരത്തും അപ്സരസുകളോടൊത്തിച്ച് നീരാടിയും കളിച്ച് രസിച്ചും മിക്കപ്പോഴും കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ഇവർ മന്ദാകിനിയിൽ കുളിച്ച് അപ്സരസുകളോടെ ആർത്തുല്ലസിച്ച് നഗ്നരായിട്ട് ഇങ്ങനെ കരയ്ക്ക് കയറി ഓരോരോ വിനോദങ്ങളിൽ ഏർപ്പെട്ടു. ദേവജ്ഞനായ ദേവല മഹർഷി ആ വഴിക്ക് വരികയും അപ്സരസുകളെല്ലാം വെള്ളത്തിൽ ചാടി കഴുത്തറ്റും വെള്ളത്തിൽ അവരുടെ ശരീരം മറച്ചുകൊണ്ട് നിന്നു. നളഗോപുരനും മണിഗ്രീവനും പല്ലും വെളി കാട്ടി ഇളിച്ചുകൊണ്ട് മഹർഷിയുടെ മുമ്പിൽ അങ്ങനെ നിന്നു. മഹർഷിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, വൃക്ഷങ്ങളെപ്പോലെ നഗ്നരായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ വൃക്ഷങ്ങളായിട്ട് ഭൂമിയിൽ പതിക്കും. അപ്പോഴാണ് ഇവർക്ക് രോഗം പിടികിട്ടിയത്. ഇവർ രണ്ടുപേരും കൂടെ കലക്കൈയെ പിടിച്ചു. കലക്കൈയെ പിടിച്ചപ്പോൾ പറഞ്ഞു, അത് എപ്പോൾ സംഭവിക്കുമെന്നറിയാമോ എന്ന് ചോദിച്ചു. ദാപരാന്ത്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ നിങ്ങൾ യമുനയുടെ, അതായത് കാളന്തി തീരത്ത് രണ്ട് വൃക്ഷങ്ങളായിട്ട് ചേർന്ന് നിൽക്കും. അന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശനം ഏൽക്കുമ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ ഉരുളും വലിച്ചുകൊണ്ട് ചെന്ന് ഈ മരത്തിനിടയിൽ കൂടെ കടന്നു പോയപ്പോൾ ആ മരം വീണെന്നും അതിൽ നിന്ന് രണ്ട് തേജസ്വികളായ ദേവന്മാർ പുറത്തു വന്നെന്നും പറഞ്ഞാൽ അത് നളഗോപുരനും മണിഗ്രീവനുമാണ്. അങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ മോക്ഷപ്രാപ്തിയോടുകൂടി ദേവലോകത്തിൽ എത്തി. ഇതാണ് നളഗോപുര മോക്ഷം എന്ന് പറയുന്നത്. അടുത്ത ഒരു എപ്പിസോഡ് വരെ വീണ്ടും കാണുന്നിടം വരെ ഏവർക്കും നമസ്കാരം.